നാഹം വേദേർന തപസാ ന ദാനേന ചേജ്യയാ ശക്യ ഏവം വിധോ ദ്രംഷ്ടും ദൃഷ്ടവാനസി മാം യഥാ ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഇത് എവിടെ നിന്നുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശനത്തിൽ ഉള്ളതാണ്. അപ്പം ഭഗവാൻ തൻ്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തതിന് ശേഷം അർജുനൻ ഇങ്ങനെ പറയാണ്, ഞാൻ അത്രയും പ്രസന്നതയുള്ള മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നു, ഇത് ആർക്കൊക്കെ കാണാൻ പറ്റുമായിരിക്കും എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോഴേക്ക് ഭഗവാൻ പറയാണ്, ഇത് അങ്ങനെ ചില്ലറ കാര്യമൊന്നുമല്ല ഞാൻ കാണിച്ചു തന്നത് അല്ലേ, ഇത് വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് എൻ്റെ ഈ രൂപം ദർശിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നാഹം വേദേർന തപസ, വേദം പഠിച്ചത് കൊണ്ടോ തപസ്സു ചെയ്തത് കൊണ്ടോ, ന ദാനേന ചേജ്യയ, ദാനം കൊടുത്തത് കൊണ്ടോ എൻ്റെ ഈ രൂപം കാണാൻ നിങ്ങൾക്ക് പറ്റുകയില്ല അല്ലേ? ആർക്കാ കാണാൻ പറ്റുക? ഭക്തിയാ ത്വനന്യയാ ശക്യ അഹമേഹം വിധോർജുന. അനന്യമായ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ ഈ രൂപം ദർശിക്കുവാൻ സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.